നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വലിയൊരു കടബാധ്യതയിലേക്ക് പുള്ളി പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവരാദ്യം നോക്കുന്നത് നമുക്കത് തിരിച്ചടയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എത്രയുണ്ട് എന്നുള്ളതാണല്ലേ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ ചിന്തിക്കാതെ വലിയൊരു കടം നമ്മൾ വരുത്തി വെക്കുന്നു എന്നുള്ളത് എന്തൊരു അബദ്ധമായിരിക്കും. ചില കാലഘട്ടങ്ങൾ ജാതകം പ്രത്യേകം പറഞ്ഞു തരും കടബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അതെല്ലാം ഒന്ന് നോക്കണം. അത് പ്രത്യേകിച്ച് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി കടബാധ്യത എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന പോലൊരു കാര്യം ചെയ്താൽ പോരെ. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ഇത്രയാണ് പറ്റുന്നത്, അത്രയും അതിൻ്റെ ഉള്ളിൽ നിന്നത് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത പോലെ വലിയൊരു കടത്തിലോട്ട് പോകുമ്പോൾ ഒരവസ്ഥ വളരെ ദയനീയമായിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ വീട്ടിലൊരാൾക്കൊരു അസുഖം വന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഓക്കെ, അത് നമ്മളൊരു ലയബിലിറ്റിയിലോട്ട് പോകുന്നത് നമുക്ക് തന്നെ നമ്മളെ ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ കൊക്കിൽ ഒതുങ്ങാത്ത കാര്യത്തിന് വേണ്ടി പോയിട്ട് എന്തൊരു അബദ്ധത്തിലോട്ട് പോകുന്ന എത്രയെത്ര കോൾസാണ് വരുന്നതെന്ന് അറിയാമോ. ഇങ്ങനെ കല്യാണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ ബാക്കിയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ വീട്ടുകാരോട് പറയാനുള്ളൊരു മനസ്സ് നമ്മളും കാണിക്കണം കേട്ടോ. എനിക്ക് ഇത്രയാണ് പറ്റുക, അതിനുള്ളിൽ നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളോളം നമ്മൾ ഈ കടത്തിൻ്റെ ഉള്ളിൽ ഞെരുങ്ങി ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതോടെ തീർന്നു പോകുന്ന ഒരവസ്ഥ വരുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ സ്വന്തം യുക്തി ഉപയോഗിച്ചെങ്കിലും ഇനി ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഇനിയും അബദ്ധത്തിലോട്ട് പോയി വീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ടും നല്ല കാര്യമായിരിക്കില്ല.